ഹായ് ഫ്രണ്ട്സ്, വില്ലേജ് മാൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു യാത്രയാണ്. എന്റെ കൂട്ടുകാർ എന്നെ വിളിച്ചിട്ടുണ്ട് ഒരു യാത്രയ്ക്ക്, പക്ഷെ സ്ഥലം അവർ പറഞ്ഞിട്ടില്ല. അപ്പം ഇന്നത്തെ നമ്മുടെ യാത്ര ഒരു സർപ്രൈസ് ആണ്. അപ്പം എനിക്ക് എന്നെ പോലെ തന്നെ നിങ്ങൾക്ക് ഒരു സർപ്രൈസ് ആയിരിക്കട്ടെ എന്ന് ഞാൻ കരുതുന്നു. നമ്മുടെ യാത്രകളിലേക്ക് പോകാം. മെയിൻ റൂട്ടിലേക്ക് ഇറങ്ങുകയാണ്. നെല്ലാപ്പാറയാണ് ഇത്. ഇവിടുന്ന് തിരിഞ്ഞ് തൊടുപുഴ റൂട്ടിലേക്കാണ് ഇവർ തിരിയുന്നത്. എവിടെ എങ്ങോട്ടാ പോകുന്നത് ഇവർ പറഞ്ഞിട്ടില്ല ഇതുവരെ. എന്തായാലും വഴിയെ നമുക്ക് കണ്ടറിയാൻ കഴിയും. പിടിച്ചോണ്ട് വന്ന ഒരുത്തിന് ഇതാണ്. പിന്നെ പുറകില് നമ്മുടെ ചങ്ക് ബ്രോസ് ഇരിപ്പുണ്ട്, ശ്രീകുമാർ, അപ്പക്കുട്ടൻ. ഹായ്. ഇപ്പൊ നമ്മൾ എങ്ങോട്ടൊന്ന് പോകുന്നത് തീരുമാനം വല്ലതും ആയോ? ആരെങ്കിലും ഒന്ന് പറയുന്നത് എങ്ങോട്ടാ പോണേ? നിനക്കറിയോ അപ്പു? കാത്തിരുന്ന് കാണാം. കുമാരെ ഒന്ന് പറയുവോ? ഞങ്ങൾ ഏകദേശം മുട്ടം വരെ എത്തിയിട്ടുണ്ട്. ഈ മുട്ടത്തുനിന്ന് തിരിയുവാണ്. ഏകദേശം മൂലമറ്റൻ റൂട്ടിലേക്ക് അവന്റെ പോകാനുള്ള ഉദ്ദേശം. ഇവിടെ ഏതാണ്ടൊക്കെ കാണിച്ച് അവരൊക്കെ ബ്ലോക്ക് ആക്കിയിട്ടുണ്ട്. ഞങ്ങളല്ല കേട്ടോ, അടിപൊളി ബ്ലോക്ക്. എന്തായാലും മുട്ടത്തുനിന്ന് തിരിഞ്ഞു. മൂലമറ്റൻ റൂട്ടിലേക്കാണെന്ന് എനിക്ക് മനസ്സിലായി. എന്തായാലും എവിടെയോ അടിച്ചു പൊളിക്കാനെന്നുള്ള ഉറപ്പായി. ഹായ് ഫ്രണ്ട്സ്, നമ്മളിപ്പം മലങ്കര ഡാമിൻ്റെ ഭാഗത്തേക്ക് വെള്ളം ഒഴുകി എത്തുന്ന പാലമാണ് കാണുന്നത്, കാഞ്ഞാറിലെ. ഈ പാലം വഴി ഇവിടുന്ന് ക്രോസ് ചെയ്ത് അപ്പുറത്തേക്ക് എത്തുന്നത്. ആ മോൾ ഭാഗത്ത് എടാട് പള്ളി അങ്ങനെയുള്ള ആ ഏരിയയൊക്കെയാണ്. ഇവിടെ നോക്കി വെയിൽ ഇങ്ങനെ അടിക്കുന്നത് കറക്റ്റ് കാണത്തില്ല. ഈ ഏരിയ ആ ഇരവിഴപ്പൂൻ്റെ ആ ഭാഗം നിന്നാണ് എടാട് പള്ളി. കോളേജ് മൂലമറ്റം. കോളേജിൻ്റെ കയറുന്ന കവാടമാണ് ഈ കാണുന്നത്. എന്നാ മനോഹരമായിട്ടുള്ള കാഴ്ച എന്ന് വെച്ചു. മിനിമം ഇവിടെ മറ്റേ ഹണിമൂൺ ഷൂട്ട്, പോസ്റ്റ് വെഡിങ്, പ്രീ വെഡിങ് എല്ലാം ഇവിടെ തന്നെയാണ് ഗൈസ്. എവിടെയാ കൂടുതൽ ആളുകളും സെലക്ട് ചെയ്യുന്നത്. അതിനകത്ത് കുറെ അങ്ങനെ ഞങ്ങൾ യാത്ര ചെയ്ത് കുളമാവ് ഡാമിൻ്റെ അവിടെ എത്തി. അവിടെ നിന്നും ഒരു ചായയൊക്കെ കുടിച്ച് റീഫ്രഷായി ഇനി മുന്നോട്ടുള്ള യാത്ര തിരിക്കാമെന്നാണ് കരുതുന്നത്. അപ്പോൾ അവിടുത്തെ ഒരു ചെറിയ ചായക്കടയിലാണ് കയറിയിരിക്കുന്നത്. അടിപൊളി വിഭവങ്ങളൊക്കെയാണ് അവിടെ ഇരിക്കുന്നത്. എന്തായാലും പൊളിയാണ്, നല്ല വൃത്തിയായിട്ട്. ഡാമിൽ കയറി ആദ്യം തന്നെ ഇരിക്കുന്ന കടയാണിത്. കടയിലെ ആ ചേട്ടൻ്റെ പേര് പ്രകാശൻ എന്നാണ്. അടിപൊളി. നല്ല തിളയ്ക്കുന്ന ബോളി, അതായത് എന്താ പറയുക, ഏത്തയ്ക്ക ബോളി. അടിപൊളിയാണ്, സൂപ്പർ സാധനം. ഇത് പ്രകാശേട്ടനാണ്. പ്രകാശേട്ടന് ചേച്ചിയുണ്ട്. ചായ എടുത്തുകൊണ്ടിരിക്കുകയാണ്. സൂപ്പർ ചായയാണ്. പിന്നെ അകമെല്ലാം ഒന്ന് കാണിച്ചു തരാമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അകത്തേക്ക് കയറിയതാണ്. എന്തായാലും എല്ലാവരും വരുമ്പോൾ പ്രകാശേട്ടൻ്റെ കടയിൽ കയറി അടിപൊളി ചായ കുടിച്ചൊന്ന് റിഫ്രഷായിട്ട് എല്ലാവരും മുന്നോട്ടുള്ള യാത്ര പോവുക. അങ്ങനെ ഞങ്ങൾ ഇവിടെ വന്ന് ചായ കുടിയൊക്കെ കഴിഞ്ഞ് ഇനി ഞങ്ങളുടെ മെയിൻ ലൊക്കേഷനിലേക്ക് പോവാണ്. എങ്ങോട്ടാണെന്ന് ഇതുവരെ ഒരു പറഞ്ഞിട്ടില്ല. മാവൂർ ഡാമിൻ്റെ റിസർവോയറാണ്. വെള്ളമൊക്കെ കുറവായി, നല്ല വേനലായിട്ടുണ്ട്. അതുകൊണ്ട് വെള്ളം താന്നു പോയതിൻ്റെ ആ ചുവപ്പ് കളർ കാണുന്നുണ്ടോ. ഇവിടുന്ന് ഇങ്ങോട്ട് മാറിക്കഴിഞ്ഞാൽ കുറേ കൂടെ വ്യൂ കിട്ടും. ഇടുക്കി ഡാമിൻ്റെ കുളമാവ് സൈഡിലുള്ള കാഴ്ചയാണ് ഈ കാണുന്നത്. വാട്ടർ ലെവൽ ഒരുപാട് കുറഞ്ഞിട്ടുണ്ട്. കാരണം വേനലിൻ്റെ ആധിക്യം കൂടുതൽ വർദ്ധിച്ചതായി കാണുന്നത്. എന്തായാലും അതൊരു നല്ല ഭംഗിയുള്ള കാഴ്ച തന്നെയാണ്. എല്ലാവരും കാണുക. അപ്പം ഇനിയും നമ്മളിവിടുന്ന് മുന്നോട്ടുള്ള യാത്രകൾ ആരംഭിക്കുകയാണ്. ഒരുപാട് ആളുകളെല്ലാം വന്ന് വ്യൂ പോയിന്റ് നിൽക്കുന്നുണ്ട്, ഡാം കാണാനും അതുപോലെ നമ്മുടെ ഈ വ്യൂ പോയിന്റ് കാണാനുമായിട്ട്.
അടിപൊളി വ്യൂ ആണ്. പക്ഷേ ലൈറ്റ് കോടയുണ്ടായതുകൊണ്ട് ഒന്നും അങ്ങോട്ട് വ്യൂ കറക്റ്റ് ആകുന്നില്ല. കാഴ്ചയുടെ അവസാനം എത്തിയിരിക്കുകയാണ്. നമ്മുടെ വ്യൂ പോയിന്റ് ഇതാണ്. അവർ അവിടുന്ന് സ്ഥലം പറഞ്ഞില്ലെങ്കിൽ നമ്മുടെ ചങ്സ് എല്ലാം കൂടെ കൊണ്ടുവന്നേക്കുന്ന ഒരു രക്ഷയില്ലാത്ത ഒരു കാഴ്ചയിലേക്കാണ്. ആ കാഴ്ചയിലേക്ക് നമുക്ക് ഇതിനെ നടന്ന് കാണാം. അടിപൊളി കാഴ്ച, ഒരു രക്ഷയില്ല കേട്ടോ. നമ്മുടെ നാടുകാണി വ്യൂ പോയിന്റ് ആണിത്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് അങ്ങോട്ടുള്ള അടിപൊളി കാഴ്ചകളാണ്. ആ സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ഇതെല്ലാം ഒന്ന് കാണാം. ഒരു രക്ഷയില്ല കേട്ടോ. അവിടുന്ന് അങ്ങോട്ട് ഇപ്പോൾ ചെറിയൊരു കോട വീണിട്ടുണ്ട്, അതിൻ്റെ ഒരു പ്രശ്നമുണ്ട്. എന്തായാലും സൂപ്പർ കാഴ്ചകളാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. നമ്മളെ ഞങ്ങൾ ചുമ്മാ വൈകുന്നേരം എല്ലാ ഞായറാഴ്ചകളിലും ഇതുപോലെ ചെറുതായിട്ട് ഓരോ ട്രിപ്പ് പോവും. ഇന്നത്തെ ട്രിപ്പ് ഇങ്ങോട്ടായിരുന്നു. അവർ പറഞ്ഞൊന്നുമില്ല, പക്ഷേ എനിക്കൊരു സർപ്രൈസ് തന്ന നല്ലൊരു വ്യൂ പോയിന്റിലേക്കാണെന്നുള്ളത് മാത്രം പറഞ്ഞു. ഇങ്ങനെ മദ്യവെച്ച് വന്ന് ഇതുപോലൊരു ഡേഞ്ചർ ആയിട്ടുള്ള ഒരു ഏരിയയിൽ വന്ന് ഒരിക്കലും സ്പെൻഡ് ചെയ്യരുത്. അതെൻ്റെ ഒരു അപേക്ഷയാണ്. ആരും അഹങ്കാരമായിട്ട് പറഞ്ഞായിട്ട് കരുതണ്ട. അപ്പം അങ്ങനെയുള്ളത് ചെയ്യരുത് ആരും. ഇവിടെയൊക്കെ അടിപൊളി ഇതുണ്ട്. ഇതുപോലെയുള്ള കാഴ്ചകൾ വേറെ എവിടെ ചെന്നാൽ കിട്ടും. നമ്മളിപ്പോൾ ഇത് മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ അതിൻ്റെ രീതിക്ക് കൊണ്ടുപോയാൽ മാത്രമേ ഇതൊക്കെ നിലനിൽക്കുള്ളൂ. പിന്നെ ഇവിടെ ആരും കയറിയിരിക്കാനോ അല്ലെങ്കിൽ ഒരു നല്ല കാലാവസ്ഥ ആസ്വദിക്കാനോ നമുക്ക് സാധിക്കില്ല. എന്തായാലും രാത്രി ആയി. അധികം നേരം ഞങ്ങൾ ഇവിടെ ഇരിക്കുന്നില്ല, ഇവിടുന്ന് യാത്ര തിരിക്കുകയാണ്. ഇവിടെ വെച്ച് ഞങ്ങൾ അവസാനിപ്പിക്കുകയാണ്. ഞങ്ങളുടെ ഈ ചെറിയ കാഴ്ച നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാവരും ഷെയർ ചെയ്യാൻ മറക്കരുത്. അപ്പം ഇന്നത്തേക്ക് വിടാം.